ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഒരുപാട് ഡേയ്സായി വീഡിയോസൊക്കെ ഇട്ടിട്ട്, അപ്പോൾ ഇനിയെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ഇടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫാണ്. പനി പിടിച്ച് പണ്ടാരം അടങ്ങിയിരിക്കുമ്പോഴാണ് ഈ വീഡിയോ എടുക്കുന്നത്. വോയിസൊക്കെ പോയി കിടക്കുകയാണ്. ഒരു 1.5 ആഴ്ചയായിട്ട് ഈ പനിയാണ് കേട്ടോ. അപ്പം രാവിലെ തന്നെ എണീച്ചു, അതിനുശേഷം ബ്രഷൊക്കെ ചെയ്തു, ഫേസ് വാഷൊക്കെ ഇട്ട് മുഖമൊക്കെ കഴുകി, അതിനുശേഷം നമ്മൾ വെളിയിലോട്ട് വന്നു. ഇപ്പോഴും എൻ്റെ സൗണ്ട് ശരിയാവാത്തോടെ നല്ല ഡിസ്റ്റർബൻസ് ഉണ്ട്. തൊണ്ടയ്ക്കാണെങ്കിലും നിങ്ങൾക്ക് കേൾക്കുമ്പോഴാണെങ്കിലും ഒരുമാതിരി ഇരിക്കുമായിരിക്കും സൗണ്ട്. എന്നാലും വീഡിയോയുടെ ആയിരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ രാവിലെ എണീച്ച് വന്നിട്ട് ചായ കുടിച്ചു, പിന്നെ മുറ്റമൊക്കെ അടിച്ചു വാരി, എന്നിട്ട് വീണ്ടും ഞാൻ അവിടെ തന്നെ വന്നിരുന്നു. അതിനുശേഷം പിന്നെ അവിടെ പപ്പയുടെ കൃഷിയുടെ സ്ഥലത്തോട്ടൊക്കെ ഒന്ന് പോയി നോക്കാമെന്നൊക്കെ വിചാരിച്ചു. താഴോട്ട് ഇറങ്ങിയപ്പോൾ ഒരു കണ്ണമ്പൂച്ച ഇന്നലത്തെ ചിക്കൻ്റെ ബാക്കിയൊക്കെ കടിച്ചുകൊണ്ട് ഓടുന്നു. അതൊക്കെ കണ്ടിട്ട് പിന്നെ നമ്മൾ പപ്പയുടെ കൃഷി സ്ഥലത്തോട്ടൊക്കെ പോയി. അവിടെ പയറുണ്ട്, വഴുതനങ്ങയുണ്ട്, നിത്യ വഴുതനങ്ങയുണ്ട്, പിന്നെ വാഴക്കൃഷിയുണ്ട്, ചേനയുണ്ട്, പിന്നെ വെറ്റക്കൃഷിയുണ്ട്. ഇതൊക്കെ പിന്നീട് ഒരു വീഡിയോയിൽ ഞാൻ എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് കാണിക്കും. ഇതിപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ. പിന്നെ ഇവിടെ റെഡ് ലേഡി ഉണ്ട്, പിന്നെ ഇവിടെ ഒരുപാട് ചെടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വീട് പണിയുടെ ടൈമിലെല്ലാം എടുത്ത് കളഞ്ഞെന്നാണ് അമ്മ പറയുന്നത്. പിന്നെ ഇവിടെ വേറൊരു സാധനം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ഒരുപാട് അലോവേറ ചെടിയുണ്ട്. ഇതിനും കൂടുതലുണ്ടായിരുന്നു, പക്ഷെ അതെല്ലാം പോയി. പക്ഷെ മണ്ടയ്ക്കുണ്ട്, അത് ഞാൻ എടുത്തില്ല. അത് പിന്നെ ഒരു ദിവസം കാണിച്ചു തരാം. പിന്നെ ഒരുപാട് ചെടികളൊക്കെ ഉണ്ട്. അതൊക്കെ ശ്രദ്ധിക്കാത്തതുകൊണ്ടൊക്കെയാണ് ഒരുപാടൊക്കെ പോയേക്കുന്നത്. ഇപ്പോൾ വീണ്ടും ഒന്ന് സെറ്റാക്കി എടുക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇങ്ങനെ ഒരുപാട് ചെടിച്ചട്ടിയിൽ താഴെ വെച്ചേക്കുന്നു. ഇന്ന് നല്ലപോലെ ഒന്ന് അറേഞ്ച് ചെയ്തെടുക്കണം. പിന്നെ ഇവിടെ വയലറ്റ് കളറിൽ തെറ്റിപ്പുമൊക്കെ ഉണ്ട്. ഇതെല്ലാം കൂടി ഞാൻ പിന്നെ ഒരു വീഡിയോയിൽ കാണിക്കാം. പിന്നെ എൻ്റെ ചേട്ടൻ അവിടെ പബ്ജി കളിക്കുന്നുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ പോയി ഡിസ്റ്റർബ് ചെയ്തു. പിന്നെ നിത്യവഴങ്ങത്തനങ്ങ തോരൻ വെക്കാൻ വേണ്ടി പപ്പ അവിടെ പറിച്ച് വെച്ചിട്ടുണ്ട്. പപ്പ എപ്പോഴും കൃഷിസ്ഥലത്തൊക്കെ തന്നെയാണ് എടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ ആണെങ്കിൽ റെഡ് ലേഡി ഓമയ്ക്കയില്ലേ, അതിനകത്തുനിന്ന് കുറച്ച് എടുത്ത് കട്ട് ചെയ്തിട്ട് ഞാൻ കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ചേട്ടൻ ബിരിയാണി ഇന്നലത്തെ കഴിക്കുന്നുണ്ടായിരുന്നു, അതും കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ പോയി കഞ്ഞി കുടിച്ചു. ഇതൊക്കെ ഗ്യാപ്പിട്ടാണ്. പിന്നെ വീഡിയോയിലാവുമ്പോൾ ഇങ്ങനെ ഒരുമിച്ച് അങ്ങ് കാണിക്കുന്നതേ ഉള്ളൂ. പിന്നെ പോയി TV ഒക്കെ കണ്ടു. വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്ക് അവിടെ ഉത്സവമൊക്കെ ആയിരുന്നു. അപ്പം നമ്മുടെ വഴി കൂടെ പോയതുകൊണ്ട് നമ്മളവിടെ കുറച്ച് നേരം പോയത് കണ്ടു ഞാൻ ചേട്ടനോടി. അത് കഴിഞ്ഞ് വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്ക് പിന്നെ നമ്മൾ കാട്ടിലമ്പലത്തിൽ പോകാൻ വേണ്ടി ഞാനും അമ്മയും ചേട്ടനൂടെ പോയത്. അച്ഛൻ വന്നില്ലായിരുന്നു. നമ്മൾ അമ്പലത്തിലൊക്കെ പോയി തൊഴുതു. എന്നിട്ട് അവിടെ കുറച്ച് നേരം ഇരുന്നു. പിന്നെ അവിടെ പൊങ്കാലയൊക്കെ ഇടുന്നുണ്ടായിരുന്നു. അപ്പം പൊങ്കാല പായസമൊക്കെ മേടിച്ച് കഴിച്ചതിനൊക്കെ ശേഷം നമ്മൾ ബജ്ജിയൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ വീട്ടിലോട്ട് പോയി. കാരണത്തേത് എന്തോ ഒരു തലവേദനയായിരുന്നു എന്നറിയാമോ. പിന്നെ വീട്ടിൽ വന്നിട്ട് കുറേ നേരം കഴിഞ്ഞ് പിന്നെ സ്റ്റുഡിയോയിലൊക്കെ പോയി. എന്നിട്ട് കുറച്ച് ഡ്രസ്സൊക്കെ ട്രയൽ ചെയ്ത് നോക്കി. ഈ ഉടുപ്പും ഈ രണ്ടാമത് കാണിക്കുന്ന ഉടുപ്പും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു, പക്ഷേ എടുത്തില്ല. ഒരെണ്ണം എനിക്ക് ഇഷ്ടപ്പെട്ടു, ഒരെണ്ണം അവന് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് എടുത്തില്ല. രണ്ടും എടുക്കാതെ നമ്മൾ വീട്ടിൽ തിരിച്ചു പോയി. വീട്ടിൽ വന്നിട്ട് പിന്നെ നമ്മൾ സ്വാതിയിൽ സിനിമ കാണാൻ വേണ്ടി പോയി. 9:30 ഷോയിലായിരുന്നു. അപ്പോൾ നമ്മൾ ഇപ്പോൾ ചേട്ടൻ വന്നിട്ട് ഒരു 3-4 സിനിമ ഇപ്പോൾ ഞാൻ കണ്ടു. ഞങ്ങളുടെ വീടിൻ്റെ അവിടെയുള്ള ടൈമിലൊന്നും ഞാൻ പോകാറൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇവിടെ അതിന് ശേഷം ഇപ്പം തിയേറ്റർ അടുത്തായതുകൊണ്ട് പിന്നെ ഇവൻ എപ്പോഴും കൊണ്ടുപോയൊക്കെ ചെയ്യുന്നതുകൊണ്ടും ഒരു നല്ല ഇതാണ്. പിന്നെ സിനിമയൊക്കെ കണ്ടു, രേഖാചിത്രമല്ല കാണാൻ പോയത്. അതൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഞാനും ചേട്ടൻ്റെ 2 കൂട്ടുകാരും എല്ലാവരും കൂടി ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. മന്തിയൊക്കെ കഴിച്ചു. പിന്നെ 150 രൂപയുടെ ഐസ്ക്രീമൊക്കെ മേടിച്ചു കഴിച്ചു. അതിനുശേഷം പിന്നെ വീട്ടിലോട്ട് പോയി. അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ. ബൈ ബൈ, സീ യു.